പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ പൂർണ്ണമായും കമ്പ്യൂട്ടർവത്കരിച്ച ഫ്രണ്ട് ഓഫീസിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടന്നു. ഈ സംവിധാനം നടപ്പിലാക്കുന്ന ജില്ലയിലെ ആദ്യത്തെ താലൂക്ക് ആശുപത്രിയാണിത്. NRHM ഫണ്ട് ഉപയോഗിച്ചാണ് റിസപ്ഷൻ നവീകരിച്ചത്. 24 മണിക്കൂറും ഇതിന്റെ സേവനം ലഭ്യമാകും. പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള സേവനങ്ങളും അനുബന്ധമായി സജ്ജീകരിച്ചിട്ടുണ്ട്. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീല രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർപേഴ്സൺ ഗ്രേസി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു കെട്ടിടമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ വരുന്ന എല്ലാ രോഗികൾക്കും ഇതിന്റെ എല്ലാവിധമായ സൗകര്യങ്ങളും ലഭ്യമാക്കിയിരിക്കുന്ന ഈ ഹോസ്പിറ്റലിൽ ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ഇവിടെ വരുന്ന രോഗികളും ഇവിടുത്തെ ജീവനക്കാർ എല്ലാവരും കൂടെ ശ്രമിച്ചെങ്കിൽ മാത്രമേ ഈ ഹോസ്പിറ്റലിന്റെ നല്ല ആ പ്രൗഢിയോടുകൂടി നിൽക്കുവാൻ. ഇതിന്റെ മുക്കും മുന്നിലെല്ലാം കുപ്പി പലപ്പോഴും നമുക്ക് കാണാം. ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും ആ ഹോസ്പിറ്റലിന്റെ മൂലയിലെല്ലാം നോക്കാൻ പോലും വരുന്നവരെ കാർക്കച്ച് കുപ്പി ഇങ്ങനെ പല രീതിയിലും വൃത്തികളാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഹോസ്പിറ്റലുകളെ മനോഹരമായി പണിത് ഇത് വൃത്തിയായി സൂക്ഷിക്കേണ്ട കടമ നമ്മളിൽ ഓരോരുത്തരും നിക്ഷിപ്തരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഹോസ്പിറ്റലിനെ ഏറ്റവും പരിശുദ്ധമായി സൂക്ഷിക്കുവാൻ. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്ത രഞ്ജൻ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ, RMO ഡോക്ടർ സിന്ധി, ഡോക്ടർ PR വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ ഡെന്റൽ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട 200 വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ദന്തരോഗ വിദഗ്ധൻ ഡോക്ടർ CS ജയപാലൻ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.